നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായി ഇടം നേടിയ താരമാണ് ഉർവശി. കവിതാ രഞ്ജിനി എന്നതാണ് യഥാർത്ഥ പേര്. മലയാളികൾ മനസ്സറിഞ്ഞ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന അഭിനേത്രി കൂടിയാണ് ഉർവശി. അതുപോലെ മലയാളികളുടെ പ്രിയപ്പെട്ട കുട്ടൻ തമ്പുരാനാണ് ഇന്നും മലയാളികൾക്ക് മനോജ് കെ ജയൻ. വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. സല്ലാപത്തിലെ ദിവാകരനും അനന്തഭദ്രത്തിലെ ദിഗംബരനെയുമെല്ലാം പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നു. 2000-ൽ ആയിരുന്നു മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും വിവാഹം. ഇരുവരും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു ഇത്. പിന്നീട് 2008-ൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു. തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് അധികം തുറന്ന് സംസാരിക്കുന്ന ആളല്ല നടി ഉർവശി. സ്വകാര്യ ദുഃഖങ്ങൾ ഉർവശിക്ക് ഉണ്ടായിട്ടുണ്ട്. മനോജ് കെ ജയനുമായുള്ള ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞതും ഈ ഘട്ടത്തിലുണ്ടായ ആരോപണങ്ങളും ഉർവശി ഏറെ ബാധിച്ചിരുന്നു. ഉർവശി മദ്യപാനിയാണെന്ന ആരോപണമായിരുന്നു ഇതിലൊന്ന്. താൻ മദ്യപാനിയായി മാറിയ ആ കാലത്തെക്കുറിച്ച് രഞ്ജിനി ഹരിദാസുമായുള്ള അഭിമുഖത്തിൽ ഉർവശി തുറന്ന് സംസാരിക്കുന്നുണ്ട്. മനോജ് കെ ജയനെ വിവാഹം ചെയ്ത് നടനെ വീട്ടിലെത്തിയ ശേഷമാണ് താൻ മദ്യപാനം തുടങ്ങിയതെന്ന് ഉർവശി പറയുന്നു. ആ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നവരായിരുന്നു. എനിക്കത് അത്ഭുതമായിരുന്നു. മദ്യപിച്ച് ആഘോഷിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോകണം. വരുമാന മാർഗം താൻ ജോലിക്ക് പോകുന്നതായിരുന്നു. വയറ്റിപ്പിഴപ്പിന് ഓടേണ്ടി വന്ന അവസ്ഥയിലേക്ക് കൂടെ വന്നപ്പോൾ എല്ലാം കൂടെ ചേർന്ന് മറ്റൊരാളായിട്ട് എന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ വൈകിയെന്ന് ഉർവശി പറയുന്നു. മദ്യപാനത്തിൽ നിന്ന് പുറത്തു കടന്നതിനെക്കുറിച്ചും ഉർവശി തുറന്ന് സംസാരിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ റിലാക്സേഷൻ ഭാഗമായി ഇത് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അതിന് തക്ക ആരോഗ്യം എനിക്കില്ല. ഉറക്കം നഷ്ടപ്പെടുകയാണ്. ഭക്ഷണം കഴിക്കാതെയായി. മാനസികമായി ശരിയല്ലെങ്കിൽ ആദ്യം റിജക്റ്റ് ആവുക ഭക്ഷണമാണ്. ഇത് രണ്ടും ഇല്ലാതായതോടെ മാനസിക നില വേറെ വഴിയിലേക്കാകും. ചുറ്റുപാടുകൾ നമ്മൾ മറക്കും. പേഴ്സണൽ സ്റ്റാഫും ഫ്രണ്ട്സും ചേർന്നാണ് അതിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നത്. ആരുടെയും കുറ്റമല്ല. അവർക്കൊക്കെ അത് സാധിക്കുന്നുണ്ട്. എനിക്ക് സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. സത്യം പറയേണ്ടെന്ന് എൻ്റെ വീട്ടിലുള്ളവരും അവരും പറഞ്ഞു. കുഞ്ഞുങ്ങളെ ഓർത്താണ് മിണ്ടാതിരുന്നത്. പക്ഷേ കുറേ കാര്യങ്ങളിൽ മറുഭാഗത്ത് അതിനെക്കുറിച്ച് വരുന്ന വിശദീകരണം ശരിയായ രീതിയിലല്ല. അത് ശരിയല്ല. മാനിപ്പുലേറ്റ് ചെയ്യരുത്. നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്. കാരണം വെളിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ കടമയാണെന്ന് തനിക്കൊപ്പമുള്ളവർ പറഞ്ഞെന്നും ഉർവശി വ്യക്തമാക്കി. 1985 മുതൽ 1995 വരെ മലയാള സിനിമയിൽ ആക്റ്റീവായി നിന്ന ഉർവശി എന്താണെന്ന് ഇവിടെയുള്ളവർക്കെല്ലാം അറിയാം. അത് കഴിഞ്ഞുള്ള എൻ്റെ മാറ്റത്തിന് കാരണവും വ്യക്തമാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ജീവിക്കാനുള്ളവളാണെന്ന് പറഞ്ഞാണ് എൻ്റെ കുടുംബം എന്നെ വളർത്തിയത്. ഭർത്താവിന് മാത്രമല്ല ആ വീട്ടുകാരെയും അനുസരിച്ച് ജീവിക്കുക. ഞാൻ അങ്ങനെയാണ് ജീവിച്ചത്. അത് ശരിയല്ലായിരുന്നെന്ന് ബോധ്യപ്പെടാൻ കുറച്ച് കാലമെടുത്തു. ആ വിവാഹം ഒരു കുഞ്ഞ് ജനിക്കാനുള്ള നിയോഗമാണെന്ന് ഞാൻ കരുതുന്നു. ആരുടെയും കുറ്റമല്ല. ഓരോരുത്തരെയും ദൈവം ഓരോ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു നിയോഗമുണ്ടായിരുന്നു. ഇപ്പോൾ തനിക്കതിൽ വിഷമങ്ങളൊന്നുമില്ലെന്നും ഉർവശി വ്യക്തമാക്കി. അതേസമയം ഏകദേശം 12 വർഷങ്ങൾക്ക് മുൻപ് നടൻ മനോജ് കെ ജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് മുൻ ഭാര്യയും നടിയുമായ ഉർവശി പരിപൂർണമായും മദ്യപാനത്തിനടിമയാണെന്നാണ്. വിവാഹമോചനത്തിന് ശേഷം മകൾ കുഞ്ഞാറ്റ മനോജിനൊപ്പമായിരുന്നു. കോടതി അനുമതിയോടെ മകളെ കാണാൻ ഉർവശി എത്തിയത് മദ്യപിച്ച് അബോധാവസ്ഥയിലാണെന്ന് മനോജ് കെ ജയൻ ആരോപിക്കുകയുണ്ടായി. എന്നാൽ ആരോപണം തള്ളിയ ഉർവശി ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് താൻ ശക്തമായ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നാണ് പ്രതികരിച്ചത്. അന്ന് പരസ്പരം ചളിവാരി എറിഞ്ഞെങ്കിലും ഇന്ന് കഥ മാറി. ഉർവശിയെക്കുറിച്ച് പറയുമ്പോൾ വിതുമ്പുന്ന മനോജ് കെ ജയന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ നേരത്തെ ചർച്ചയായിരുന്നത്. മകളുടെ ആദ്യ സിനിമയുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിലാണ് ഉർവശിയെക്കുറിച്ച് മനോജ് അഭിമാനത്തോടെ സംസാരിച്ചതും വികാരഭരിതനായതും. അന്ന് ഉർവശിയെ മദ്യപാനി എന്ന് ചാപ്പകുത്തി പൊതുവിടത്തിൽ അപമാനിച്ച മനോജ് കെ ജയൻ ഇന്ന് കാണിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന കുറിപ്പിൽ പറയുന്നത്. എഴുത്തുകാരിയും സിനിമാ നിരൂപകയുമായ അനു ചന്ദ്രയുടേതാണ് ഈ കുറിപ്പ്. കാലം എന്തിനോടാണ് കണക്ക് പറയാത്തത്? ഒരിക്കൽ ഒരമ്മയുടെ കയ്യിൽ നിന്നും മകളെ പിടിച്ചു പറിച്ചുകൊണ്ടു പോകാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ അയാൾ ലോകർക്ക് മുൻപിൽ തന്റെ ഭാര്യ ഒരു മദ്യപാനിയാണെന്ന് വിളിച്ചു പറഞ്ഞു. മീഡിയയെ വിളിച്ചുകൂട്ടിയത് പറയാതിരിക്കുക എന്ന മര്യാദ അയാൾ ഒട്ടുമേ കാണിച്ചില്ല. അന്ന് ആ മര്യാദക്കേടിനെ എതിരായി ആ അമ്മ പ്രതിഷേധ വാക്കുകൾ പറഞ്ഞു. എല്ലാം ജനങ്ങൾ ചർച്ചയാക്കാനുള്ള കാരണമായി. നിങ്ങൾക്കറിയാമോ, അന്നത്തെ അയാളുടെ ആ വീഡിയോ ഇന്നും യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. ഒപ്പം ആ അമ്മയുടെ പ്രതിഷേധത്തിന്റെയും. മദ്യപാനി എന്ന അന്നത്തെ അയാളുടെ ചാപ്പകുത്തൽ അന്ന് ഏതാണ്ട് 27-28 ലക്ഷം പേരാണ് കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ആ സ്ത്രീ അത് കേട്ട് എത്രത്തോളം തകർന്നു കാണുമെന്ന്. ഒരു സ്ത്രീയെ സമൂഹത്തിന് മുൻപിൽ മോശക്കാരിയാക്കാനുള്ള 2 തന്ത്രങ്ങളാണ് ആണുങ്ങൾ അന്നും ഇന്നും ഉപയോഗിക്കുന്നത്. ഒന്ന് മദ്യപാനം, മറ്റൊന്ന് വ്യഭിചാരം. അതിൽ ആദ്യത്തെ തന്ത്രം അയാൾ പയറ്റി. ഇനി അഥവാ ഒപ്പം ജീവിച്ച സ്ത്രീ മദ്യപാനിയാകുന്നുവെങ്കിൽ ആ മദ്യപാനം അവരുടെ ജീവിതത്തെ തകർക്കുന്നുവെങ്കിൽ ആ സ്ത്രീ അതിൽ നിന്ന് കരകയറ്റേണ്ട ഉത്തരവാദിത്തം അയാൾക്കില്ലേ? ഇനി ആ ഉത്തരവാദിത്തത്തിനും മുൻപേ തന്നെ ഒരു സ്ത്രീയെ കടുത്ത മദ്യപാനത്തിലേക്ക് നയിക്കാതിരിക്കാൻ മാത്രമുള്ള സ്ട്രെസ് കൊടുക്കാതിരിക്കുക എന്ന ഉത്തരവാദിത്തം അയാൾക്കില്ലേ? അതൊക്കെ അയാൾ ചെയ്തോ എന്ന ചോദ്യം പോട്ടെ. ഇച്ചിരിയോളം പോകുന്നൊരു കുഞ്ഞിനെയും കൂട്ടി മീഡിയയ്ക്ക് മുൻപിലിരുന്ന് ആ കുഞ്ഞു കേൾക്കെ അവിടെ അമ്മ ഒരു മദ്യപാനിയാണെന്ന് കൂടി ലോകത്തോട് പിന്നെയും വിളിച്ചു പറഞ്ഞില്ലേ അയാൾ? ഇന്ന് ആ കുഞ്ഞ് വളർന്നു വലുതായി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നു. അപ്പോഴിത് അയാൾ മീഡിയയ്ക്ക് മുൻപിലിരുന്ന് പറയുന്നു. അഭിനയിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ആ അമ്മയുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടതെന്ന് താൻ മകളോട് പറഞ്ഞുവെന്ന്. കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വേഴ്സറ്റാലിറ്റിയുള്ള ആക്ട്രസ് ആണെന്ന്. അത് പറഞ്ഞു തീർന്നതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇയാൾ ഇമോഷണലായി.
ഇതാണ് കാലത്തിന്റെ കളി. ഒരിക്കൽ സ്വന്തം മകളെ ചേർത്തിരുത്തി അവൾ കേൾക്കെ അവിടെ അമ്മയൊരു മദ്യപാനിയാണെന്നും പറഞ്ഞ് ആ അമ്മയിൽ നിന്ന് മകളെ പറിച്ചെടുക്കാൻ നോക്കിയ ആ അമ്മയെ അപമാനിക്കാൻ ശ്രമിച്ച അയാളിത ഇന്ന് ആ കുഞ്ഞിന്റെ കരിയറിലേക്ക് തന്റെ മുൻ ഭാര്യയെ അല്ലെങ്കിൽ അവളുടെ അമ്മയെ അഭിമാനത്തോടെ ചേർത്ത് കെട്ടി സംസാരിക്കുന്നു. കാരണം മകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് തന്ത്രം അതാണെന്ന് അയാൾക്കറിയാം. ഉർവശിയുടെ മകൾ, ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വേഴ്സറ്റാലിറ്റിയുള്ള ആക്ട്രസിന്റെ മകൾ, തകർന്നയിടത്തു നിന്നും ഇനിയും താഴേക്ക് വീഴാതെ പിടിച്ചെഴുന്നേറ്റ് വന്നവളാണ് ഉർവശി. അങ്ങനെ കുതിച്ചു കയറി മുന്നോട്ട് പോയവളാണ് ഉർവശി. അങ്ങനെ പടുത്തുയർത്തിയതാണ് അവരാ കരിയർ. അങ്ങനെ അവരുണ്ടാക്കിയ ഒന്നിനെ തള്ളിക്കളയാൻ ഇന്ന് അയാൾക്ക് കഴിയില്ല, നിഷേധിക്കാൻ ഒരിക്കലും ആകില്ല. പക്ഷേ അതിനെ ബുദ്ധിപരമായി ഉപയോഗിക്കാൻ അയാൾക്കാവും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ നിങ്ങളെ ഇഴ്ത്തിയവർക്ക് തന്നെ നിങ്ങളെ പുകഴ്ത്തി പറയേണ്ടി വരുന്ന സാഹചര്യം കാലം തരും. അതാണ് കാലത്തിന്റെ കാവ്യനീതി എന്നാണ് കുറിപ്പിൽ പറയുന്നത്. അതേസമയം അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെ സിനിമയിലേക്ക് കടന്നു വരികയാണ് തേജലക്ഷ്മി എന്ന കുഞ്ഞാറ്റ. ഉർവശിയുടെയും മനോജ് കെ ജെയുടെയും മകൾ എന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് തേജലക്ഷ്മി സിനിമ എൻട്രി. തേജലക്ഷ്മിയുടെ സിനിമയുടെ പ്രഖ്യാപനത്തിന്റെ പത്രസമ്മേളനത്തിൽ മനോജ് കെ ജൻ വികാരഭരിതനാവുകയും കണ്ണീരണിയുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ചും തേജലക്ഷ്മി സംസാരിക്കുകയും ചെയ്തു. തന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഓർത്താണ് അച്ഛൻ അന്ന് വിതുമ്പിയതെന്നാണ് കുഞ്ഞാറ്റ പറഞ്ഞത്. ഞാൻ കാര്യങ്ങളെ ലൈറ്റായി കാണുന്ന ഒരാളാണ്. ചെറുപ്പം മുതലേ മിക്ക കാര്യങ്ങളും അങ്ങനെ ശീലിച്ചിട്ടുള്ളതാണ്. എന്താണെങ്കിലും കുറച്ച് ചില്ലായിട്ട് കുറേ ഒന്നും ആലോചിക്കാതെ എടുക്കാനാണ് പൊതുവെ എനിക്കിഷ്ടം. ഒരു കാര്യം കൂടുതൽ സീരിയസ് ആയി എടുത്ത് വേറെ രീതിയിൽ ചിന്തിച്ചു പോകാറില്ല. അച്ഛൻ അന്ന് എൻ്റെ കുഞ്ഞുനാളിലെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് ഇമോഷണൽ ആയത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കുറേ കാര്യങ്ങളുണ്ട്, വളരെ പേഴ്സണലായ കാര്യങ്ങൾ. അതൊക്കെ ആലോചിച്ചിട്ടാണ്. താരതമ്യേന ഞാൻ കുറച്ച് മനക്കട്ടിയുള്ളയാളാണ്, കട്ടി കാണിക്കുന്ന ആളാണ്. മനസ്സിൽ പാവമാണെങ്കിലും ബോൾഡാകാൻ ശ്രമിക്കുന്ന ആളാണെന്നും താരപുത്രി പറയുന്നു. പക്ഷെ ഞാൻ വളരെ ഇമോഷണൽ ആകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ ഇമോഷണൽ ആകുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ ഇഷ്ടമല്ല. എൻ്റെ സ്വകാര്യതയിൽ എൻ്റെ ഇമോഷൻസുമായി ഇരിക്കുന്നതാണ് ഇഷ്ടമെന്നും തേജലക്ഷ്മി പറയുന്നു. സിനിമയിലേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയും തനിക്ക് നൽകിയ ഉപദേശത്തെക്കുറിച്ചും തേജലക്ഷ്മി മനസ്സ് തുറക്കുന്നുണ്ട്. അച്ചടക്കമുണ്ടായിരിക്കണം എന്നാണ് ഉർവശിയും മനോജ് കെ ജനും മകൾക്ക് നൽകിയ ഉപദേശം. അമ്മയും അച്ഛനും ഒരുപോലെ പറഞ്ഞ കാര്യം അച്ചടക്കമാണ്. അതല്ലാതെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുകയാണ് ഇത്ര സമയത്ത് എത്തണമെന്ന്, അതിനു മുന്നേ എത്തണം, ഇത്ര സമയം ഷൂട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് പറയാൻ പാടില്ല എന്ന രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യണം. ഓരോ സീനുകളും എങ്ങനെ കാണണം, കോൺഷ്യസ് ആകരുതെന്ന് എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. നന്നായി പെരുമാറണം, ടീമിലുള്ള എല്ലാവരെയും തുല്യമായി കാണണം എന്നൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. കുഞ്ഞിലെ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞു തന്നിരുന്നത് പോലെ. പിന്നെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇതാണ് നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം സിനിമയിലുള്ളതാണ്, നമുക്കറിയാവുന്നവരാണ് എല്ലാം എന്നായിരുന്നു എന്നും തേജലക്ഷ്മി പറയുന്നു.